രാത്രിയാകുമ്പോൾ പ്രതിമകൾക്ക് ജീവൻ വെക്കുന്നു. അവർ സംസാരിച്ചു തുടങ്ങുന്നു. പണ്ട് ജീവിച്ചിരുന്ന പലരുടെയും ആത്മാക്കൾ ഇറങ്ങി നടക്കുന്നു, ആളുകളെ കൈവീശി കാണിക്കുന്നു. അത്തരത്തിലുള്ള ഒരു ക്യാമ്പസിനെ പറ്റി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും. ഇത്തരത്തിലുള്ള ലെജൻഡുകളുടെ ഒരു ഖനി തന്നെയാണ് ഇത്താക്കയിലെ പ്രശസ്തമായ കോണൽ യൂണിവേഴ്സിറ്റി. മിസ്റ്ററിയും ട്രഡീഷനും ഇന്നോവേഷനും ഒക്കെ കൂടിക്കലർന്ന് കോണൽ യൂണിവേഴ്സിറ്റിയുടെ അണ്ടർഗ്രൗണ്ടിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. ഇത്താക്കയിലെ പേര് കേട്ട സ്നോ സ്റ്റോമുകളിൽ നിന്ന് രക്ഷ നേടാനാണ് അവിടുത്തെ ആളുകൾ ഈ കോണൽ യൂണിവേഴ്സിറ്റിയുടെ അണ്ടർഗ്രൗണ്ട് ടണൽ നെറ്റ്വർക്ക് ആദ്യമായി ഉപയോഗിക്കുന്നത്. പക്ഷെ അത് മാത്രമല്ല, ഈ ടണലുകൾ അവിടുത്തെ ചില ക്യാമ്പസ് ലെജൻഡുകളുടെ കൂടി ഭാഗമാണ്. അതിലൊന്നാണ് അവിടുത്തെ ലൈബ്രറി. എലൈറ്റുകൾക്ക് മാത്രം പ്രവേശനമുള്ള ലൈബ്രറി ടണൽ. അതുപോലെ തന്നെ അവിടുത്തെ പ്ലാന്റ് സയൻസ് യൂണിവേഴ്സിറ്റിയും വെയിൽ ഹാളിലേക്കുമുള്ള ടണൽ. ഇനി നമുക്ക് അണ്ടർഗ്രൗണ്ട് വിടാം. ഗ്രൗണ്ടിന് മുകളിലുള്ള കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാം. അവിടുത്തെ സ്റ്റാർട്ട്ലർ ഹോട്ടലിനെ പറ്റി പല പേടിപ്പെടുത്തുന്ന കഥകളും പ്രചരിക്കുന്നുണ്ട്. പിന്നെ അവിടുത്തെ പ്രശസ്തമായ സെയ്റ്റ് ചാപ്പലിൽ കോണൽ യൂണിവേഴ്സിറ്റിയുടെ ഫൗണ്ടർമാരുടെ ആത്മാക്കൾ അലഞ്ഞു നടക്കുന്നുണ്ടെന്നും പറയപ്പെടുന്നു. അങ്ങനെ എത്ര കഥകൾ. പക്ഷേ എവിടെ നിന്നാണ് ഇതിൻ്റെ എല്ലാം തുടക്കം? എസ്ര കോണലും ആൻഡ്രൂ ഡിക്സൺ വൈറ്റും ചേർന്ന് 1865 ആരംഭിച്ചതാണ് ഈ പറയുന്ന കോണൽ യൂണിവേഴ്സിറ്റി. എസ്ര ഒരു സെൽഫ് മെയ്ഡ് ബിസിനസ്മാനും അതേസമയം വൈറ്റ് ഒരു എഡ്യൂക്കേറ്ററും പോളിറ്റീഷ്യനും ഒക്കെ ആയിരുന്നു. ആളുകൾക്ക് എന്ത് കാര്യത്തിനെക്കുറിച്ചും പഠിക്കാൻ സാധിക്കുന്ന ഒരു യൂണിവേഴ്സിറ്റിയെക്കുറിച്ചാണ് ഇരുവരും ചേർന്ന് സ്വപ്നം കണ്ടത്. ആൻഡ് ആ സ്വപ്നത്തിനായി എസ്ര കോണൽ തൻ്റെ സ്വന്തം ഫാമും $500,000 അടങ്ങുന്ന ഒരു ഫോർച്യൂൺ ഡൊണേറ്റ് ചെയ്തു. അങ്ങനെയാണ് അമേരിക്കയിലെ ഇത്താക്ക എന്ന നഗരത്തിൽ കോണൽ യൂണിവേഴ്സിറ്റി പിറവിയെടുക്കുന്നത്. 1868 ആയപ്പോഴേക്കും യൂണിവേഴ്സിറ്റിയിൽ 412 സ്റ്റുഡൻസ് ആണ് ഉണ്ടായിരുന്നത്. അന്നത്തെ കാലത്ത് അമേരിക്കൻ യൂണിവേഴ്സിറ്റികളുടെ കൂട്ടത്തിൽ ഏറ്റവും വലിയ നമ്പർ തന്നെയായിരുന്നു അത്. ആൻഡ് അത് കഴിഞ്ഞ് വെറും 2 വർഷം കൂടി ആയപ്പോഴേക്കും കോണൽ യൂണിവേഴ്സിറ്റി ചരിത്രപരമായ മറ്റൊരു മുന്നേറ്റം കൂടി കൈവരിച്ചു. ആദ്യമായി സ്ത്രീകളെ ആക്സെപ്റ്റ് ചെയ്യുന്ന കോ എഡ്യൂക്കേഷണൽ ഐവി ലീഗ് യൂണിവേഴ്സിറ്റി കൂടിയായി കോണൽ മാറി. ഏകദേശം 700 ഏക്കറോളം പടർന്നു കിടക്കുന്ന ഒരു വിശാലമായ ക്യാമ്പസാണ് കോണൽ യൂണിവേഴ്സിറ്റിയുടെ. അവിടെ നിന്ന് കയ്യുക ലേക്കും ജോർജസും ഒക്കെ നോക്കിക്കാണാൻ ഒരു പ്രത്യേക ഭംഗി തന്നെയാണ്. പല തരത്തിലുള്ള വിഷച്ചെടികളുടെ വലിയൊരു ശേഖരവും ഈ ക്യാമ്പസിലുണ്ട്. ആൻഡ് ഈവൻ കാനബിസ് വരെ ആ കൂട്ടത്തിൽ പെടും. പല തരത്തിലുള്ള ട്രഡീഷനുകൾക്ക് വലിയ പ്രാധാന്യം കൊടുക്കുന്ന ഒരിടം കൂടിയാണ് ഈ കോണൽ യൂണിവേഴ്സിറ്റി. എല്ലാ മാർച്ച് മാസവും അവിടെയുള്ള ഫസ്റ്റ് ഇയർ ആർക്കിടെക്ചർ സ്റ്റുഡൻസ് ഒരു വലിയ ഡ്രാഗനുമായി ക്യാമ്പസ് മുഴുവൻ പരേഡ് നടത്തും. പിന്നെ അവിടെയുള്ള മാക്ഗ്രോ ടവറിൽ നിന്നും എപ്പോഴും മണിയടി ശബ്ദം കേൾക്കാം. ആൻഡ് ആ മണിയടി ശബ്ദം യൂണിവേഴ്സിറ്റിയുടെ ആദ്യത്തെ ദിവസം മുതൽ നിർത്താതെ കേട്ടുകൊണ്ടിരിക്കുന്ന ഒന്നാണ്. ഇത്തരത്തിലുള്ള ട്രഡീഷനുകൾ ഒരുപാടുണ്ട് കോണൽ യൂണിവേഴ്സിറ്റിയിൽ. പേര് കേട്ട ഒരുപാട് അലുംനൈകളും കോണൽ യൂണിവേഴ്സിറ്റിക്ക് സ്വന്തമായുണ്ട്. ബിൽ നൈ ദ സയൻസ് ഗായ്, നോബൽ പ്രൈസ് വിന്നിംഗ് ഓതറായ ടോണി മോറിസൺ, സൂപ്പർമാനായി സിനിമയിൽ അഭിനയിച്ച ക്രിസ്റ്റഫർ റീവ് തുടങ്ങിയ ആളുകളെല്ലാം അവരിൽ ചിലർ മാത്രമാണ്. സോ കോണൽ യൂണിവേഴ്സിറ്റി ഈ പറഞ്ഞ പോലെ വെറും ഒരു ഐവി ലീഗ് യൂണിവേഴ്സിറ്റി മാത്രമല്ല, നൂറ്റാണ്ടുകളുടെ ചരിത്രമുറങ്ങുന്ന ഒരു മണ്ണ് കൂടിയാണ്. ആൻഡ് അവിടെ പഠിക്കാൻ പോകുന്ന ഓരോ സ്റ്റുഡൻസും ആ ചരിത്രത്തിൻ്റെയും അവിടുത്തെ ലെജൻഡുകളുടെയും ഭാഗമാണ്.